നാടെന്ന് വരുന്ന യുദ്ധവാർത്തകളും റോഡിൽ കുതിച്ചുയരുന്ന ഇന്ധനവിലയുടെ കണക്കുകളും കണ്ട് നെഞ്ചു പിടിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമുക്കിടയിൽ. പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ തങ്ങളുടെ കൊച്ചു ജീവിതങ്ങളിലെ വരുമാനം പുകഞ്ഞു തീരുമോ എന്ന ഭയത്തിലായിരുന്നു ഇവർ. എന്നാൽ ആ ആശങ്കകൾക്കിടയിലേക്ക് വലിയൊരു ആശ്വാസ വാർത്ത വരികയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് 200 രൂപയിലധികം കുറവ് വരുത്തി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. ഡൽഹിയിലും കൊൽക്കത്തയിലും എല്ലാം 19 കിലോഗ്രാം വരുന്ന വാണിജ്യ സിലിണ്ടറുകൾക്ക് യഥാക്രമം 202 രൂപയും 209 രൂപയുമാണ് കുറച്ചിരിക്കുന്നത്. ഇതോടെ കൊൽക്കത്തയിൽ പുതിയ നിരക്ക് 2872 രൂപയായി. മാസങ്ങളായി കുതിച്ചുയർന്ന ചിലവുകൾ കാരണം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ആയിരക്കണക്കിന് ചെറുകിട ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും തട്ടുകടകൾക്കും വലിയൊരു സമാധാനമാണ് ഈ പ്രഖ്യാപനം. ഒരു സിലിണ്ടറിൽ 200 രൂപ ലാഭിക്കുക എന്നാൽ ദിവസേനയുള്ള കച്ചവടത്തിൽ തങ്ങളുടെ ലാഭവിഹിതം തിരിച്ചു പിടിക്കുക എന്നതാണ് ഇതിനർത്ഥം. എന്നാൽ ഈ ആശ്വാസത്തിനിടയിലും സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ചെറിയൊരു നിരാശ ബാക്കിയാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14 കിലോഗ്രാം സിലിണ്ടറുകളുടെ വിലയിൽ തൽക്കാലം മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എങ്കിലും വിപണിയിലെ ഈ അനക്കം തങ്ങളുടെ അടുക്കളകളിലേക്കും വൈകാതെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബങ്ങൾ. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ കനക്കുമ്പോഴും രാജ്യത്തെ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ ഭരണകൂടം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പാർലമെന്റിൽ ചേർന്ന അടിയന്തര യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ സന്തോഷ വാർത്തയെത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, NSA അജിത് ഡോവൽ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ രാജ്യത്തെ ഇന്ധനശേഖരം ഭദ്രമാണെന്നും LPG പെട്രോൾ ഡീസൽ ക്ഷാമം ഭയപ്പെടേണ്ടതില്ലെന്നും സർക്കാർ രാജ്യത്തിന് ഉറപ്പു നൽകിയിരുന്നു.